നമസ്കാരം. ശംഖുപുഷ്പം സകല ദേവതാ പ്രീതിക്കും ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. ജീവിതത്തിൽ ഭാഗ്യം, നേട്ടം എന്നിവയുമായി ബന്ധപ്പെട്ട് ഈ പുഷ്പത്തെ പരാമർശിക്കുന്നതുമാണ്. എന്നാൽ വെള്ള ശംഖുപുഷ്പത്തെ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ടും പരാമർശിക്കുന്നതാണ്. ഭാഗ്യം, നേട്ടം, സമ്പൽ സമൃദ്ധിയുമായി ബന്ധപ്പെട്ടും ഈ പുഷ്പത്തെ സൂചിപ്പിക്കുന്നതാകുന്നു. ഇവ എല്ലാ വീടുകളിലും വിടരുന്നതല്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഇവ വിടരുന്ന വീടുകളിൽ ഇനി പറയുന്ന രീതിയിൽ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടാകുന്നതാണ്. ആ വ്യക്തിക്കും കുടുംബത്തിനും മഹാലക്ഷ്മി ദേവി പറയാതെ തന്നെ ചില കാര്യങ്ങൾ പറയുന്നു എന്നതാണ് വാസ്തവം. അതേക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എന്തു തന്നെ നിങ്ങൾ ആഗ്രഹിച്ചാലും അവസാന നിമിഷം അത് തട്ടിത്തെറിച്ച് പോകുന്നു എന്നതാണ് വാസ്തവം. നിങ്ങൾ കടയിലേക്ക് ഒരു കാര്യം വാങ്ങുവാൻ പോവുകയാണ് എങ്കിൽ, ഉദാഹരണത്തിന് ആ കടയിൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതായ ആ കാര്യം നിങ്ങൾ പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ അത് തീർന്ന് പോകുന്നതാണ്. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ, അത് കൺമുൻപിൽ തന്നെ സംഭവിക്കുന്നു എങ്കിൽ വളരെയധികം വിഷമം നിങ്ങൾക്ക് വന്നു ചേരാം. എത്ര തന്നെ ഭാഗ്യം ഇല്ലാത്തതായ വ്യക്തിയാണ് അത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. ഇത്തരത്തിൽ ചിന്തിക്കുന്നതായ ഒരു വ്യക്തി വെള്ള ശംഖുപുഷ്പം വിരിയുന്ന വീട്ടിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിനാൽ ഇനി ഇത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കുറയും. കൂടാതെ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും അവരെ തേടിയെത്തുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. വിവാഹവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് പോലും അത്ഭുതം തോന്നാം. കാരണം ഈ വ്യക്തിക്ക് എന്തുകൊണ്ട് വിവാഹം നടക്കുന്നില്ല എന്ന ചിന്ത മറ്റുള്ളവർക്ക് പോലും തോന്നും. കാരണം ജോലിയാലോ മറ്റു കാര്യങ്ങളാലോ ഇവർക്ക് ഉടനെ വിവാഹം നടക്കേണ്ടതായ സാഹചര്യമാണ് എങ്കിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വൈകുന്നു എങ്കിൽ ഒരു കാര്യം ഓർക്കുക. നിങ്ങളുടെ വീടിന്റെ കിഴക്ക് ദിശയിൽ ഈ പുഷ്പം പൂവിടുകയാണ് എങ്കിൽ അത് വിവാഹം നടക്കാനുള്ള സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൂടാതെ ഇരട്ട സംഖ്യയിൽ, അതായത് 2, 4, 6 എന്നീ സംഖ്യകളിൽ പൂവിട്ടാൽ ഉത്തമ പങ്കാളിയെ ലഭിക്കും എന്നും അല്പം കാലതാമസം വരും എന്നതിനെ തന്നെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാകുന്നു. അതിനാൽ ഈ കാര്യത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ധനനേട്ടം, അപ്രതീക്ഷിതമായ ധനം, നറുക്കെടുപ്പ്, ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, സമ്മാനങ്ങൾ ലഭിക്കുക, ദീർഘനാൾ പ്രയാസപ്പെട്ടതായ അല്ലെങ്കിൽ ലഭിക്കാൻ പ്രയാസപ്പെട്ടതായ ധനം കൈവശം വന്നു ചേരുക, പൂർവിക സ്വത്ത് നിങ്ങളുടെ കൈവശം വന്നു ചേരുക, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ പാസ്സാവുക, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് സംഭവിക്കാം. ഇത്തരം വ്യക്തികളുടെ വീടുകളിലാണ് എങ്കിലും, അതായത് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നതിന് മുൻപും ശംഖുപുഷ്പം ധാരാളമായി, വെള്ള ശംഖുപുഷ്പം ധാരാളമായി തന്നെ ആ വീടുകളിൽ വളരുന്നതാണ്. ഗൃഹനാഥയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ദീർഘനാളായി തന്നെ ആരോഗ്യം തുടങ്ങിയ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങൾ ഒഴിവാകുന്നതിന് മുൻപ് ധാരാളമായി ശംഖുപുഷ്പം ആ വീടുകളിൽ വിടരുന്നതാണ്. കൂടാതെ ദീർഘനാളത്തെ മനോദുഃഖം, മനസ്സിൽ അടിഞ്ഞതായ പല വിഷമങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ ആ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. കുടുംബത്തിൽ പല അവസരങ്ങളിലും പ്രകടമായിട്ടുള്ളതായ ഐക്യമില്ലാത്തതായ അവസ്ഥ, തന്മൂലം മനസ്സിലേക്ക് കടന്നു വന്ന വിഷമങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. സന്താന സൗഖ്യം ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്താനങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായ വാർത്തകൾ, ശുഭകരമായ വാർത്തകൾ, മനസ്സിന് സന്തോഷം പകരുന്നതായ പല വാർത്തകൾ കേൾക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. ഭാഗ്യം തുണയ്ക്കും.
പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ദീർഘനാളായി കാണാത്തതായ ചില വ്യക്തികളെ, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതായ ചില വ്യക്തികളെ കാണുവാനുള്ള അവസരങ്ങൾ കടന്നു വരും. നിങ്ങളുടെ മനസ്സിന് അത് സന്തോഷം പകരുന്നതായിരിക്കും. അപ്രതീക്ഷിതമായാണ് കണ്ടുമുട്ടുക. അത് നിങ്ങൾക്ക് പോലും അത്ഭുതം നൽകി എന്ന് വരാം. ഇത്തരം കാര്യങ്ങളും സംഭവിക്കാം. കൂടാതെ നിങ്ങൾക്ക് ഉന്നതമായ ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മേലുദ്യോഗസ്ഥർ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ബന്ധം കൂടുതൽ ഊഷ്മളമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ നിങ്ങൾക്ക് ശക്തമായി തന്നെ ഏതൊരു കാര്യത്തിലും ഇടപെടാൻ സാധിക്കും വിധം നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. അനുകൂലമായ കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പുഷ്പം നിങ്ങളുടെ വീടുകളിൽ വിടരുകയാണ് എങ്കിൽ അന്നേ ദിവസം ചില കാര്യങ്ങൾ ആ വീടുകളിൽ ചെയ്യേണ്ടത് അനിവാര്യമാണ്. എന്നാൽ മാത്രമാണ് ഈ ഫലങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരൂ. ഇവ പൂവിടുന്നതായ അവസരത്തിൽ നിങ്ങൾ തീർച്ചയായും അന്നേ ദിവസം വിളക്ക് തെളിയിച്ച് ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രം 108 ജപിക്കുക. ഈ മന്ത്രം ജപിക്കുമ്പോൾ ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യം തന്നെയാണ്. മന്ത്രം ഇപ്രകാരമാകുന്നു: ഓം ഹ്രീം ശ്രീം ലക്ഷ്മിഭ്യോ നമഃ എന്നാണ് മന്ത്രം. മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം. ഓം ഹ്രീം ശ്രീം ലക്ഷ്മിഭ്യോ നമഃ എന്നാണ് മന്ത്രം. ഈ മന്ത്രം തീർച്ചയായും നിങ്ങൾ ജപിക്കുക. ഈ മന്ത്രം കൂടി ജപിക്കുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ, അത്ഭുതകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. നെയ്വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന കാര്യവും ഓർക്കുക. അന്നേ ദിവസം ഭദ്രദീപം തെളിയിക്കുന്നതും അതീവ ശുഭകരമാണ്. ഇനി അഥവാ തെളിയിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും നെയ്വിളക്ക് തെളിയിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷിക്കാൻ പോകുന്നു. മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ, ലക്ഷ്മി കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കൂടുതൽ കാര്യങ്ങൾ അനുകൂലമായി തീരും എന്ന് തന്നെ അർത്ഥമാക്കാം. തീർച്ചയായും ഈ പുഷ്പങ്ങൾ പറിച്ച് വിളക്ക് തെളിയിക്കുമ്പോൾ ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതീവ ശുഭകരമാണ്. അന്നേ ദിവസം തീർച്ചയായും ഈ മന്ത്രം ജപിക്കുമ്പോൾ ഇപ്രകാരം ചെയ്യുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിലാണ് എങ്കിൽ പോലും ഈ പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അതീവ ശുഭകരമായി ഭവിക്കും. എന്നാൽ വാഴയിലയിൽ പൊതിഞ്ഞ് ശുദ്ധിയോടെ തന്നെ സമർപ്പിക്കണം എന്ന കാര്യം പ്രധാനമായും ഓർക്കുക. എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കൂ.